അതിരപ്പള്ളിയിലെ പ്രധാന ഹൈന്ദവ ദേവാലയമായ അയ്യപ്പ സമാജം അയ്യപ്പ നവഗ്രഹ ക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കും. അതിരപ്പള്ളിയിലെ പ്രധാന ഹൈന്ദവ ദേവാലയമായ അയ്യപ്പ സമാജം അയ്യപ്പ നവഗ്രഹ ക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി 8 മുതൽ 14 വരെ നടക്കും. 8-ന് വ്യാഴാഴ്ച രാത്രി 8-നും 8:30-നും ഇടയിൽ കൊടിയേറ്റം നടക്കും. വെള്ളിയാഴ്ച രാത്രി 7:30-ന് ഗാനമേള, 10 ശനിയാഴ്ച വൈകിട്ട് 6:45-ന് കാവടി അഭിഷേകം, ഞായറാഴ്ച രാവിലെ 8:30-ന് പൊങ്കാല, വൈകിട്ട് 5-ന് താലം വരവ്, 12 തിങ്കളാഴ്ച രാവിലെ 11-ന് രക്ഷസിന് പാൽപ്പായസം, തുടർന്ന് നാഗത്തിന് നൂറും പാലും, വൈകിട്ട് 6:30-ന് ജംഗ്ഷൻ കാവടി, 11-ന് വർണ്ണമഴ, 13 ചൊവ്വാഴ്ചയാണ് പള്ളിവേട്ട മഹോത്സവം. അന്നേ ദിവസം രാവിലെ 9-ന് ആനപ്പൂരം, ഉച്ചയ്ക്ക് പള്ളിവേട്ട സദ്യ, വൈകിട്ട് 5-ന് പകൽപ്പൂരം, രാത്രി 8:30-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പുറപ്പാട്, 9-ന് തിരിച്ചെഴുന്നള്ളിപ്പ്, 10-ന് കതിന, ബുധനാഴ്ച രാവിലെ 8-ന് ആറാട്ട് പുറപ്പാട്, തുടർന്ന് ആറാട്ട് മഹോത്സവം. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ശിവരാജൻ ചക്കന്തറ, സെക്രട്ടറി അനീഷ് ചെന്താമര, കൺവീനർ അജിൻ പതിരായി എന്നിവർ പങ്കെടുത്തു. അതിരപ്പള്ളി പഞ്ചായത്തിലെ അതിരപ്പള്ളിയുടെ ദേശീയ ഉത്സവമായിട്ട് നടത്തുന്ന അരൂർമഴ അയ്യപ്പ നവഗ്രഹ ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹം ജനുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കുകയാണ്. വർഷങ്ങളായിട്ട് നിരവധി കലാപരിപാടികളോടുകൂടി ആഘോഷിക്കുന്ന അതിരപ്പള്ളിയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ്. നിരവധി കലാപരിപാടികളാണ് കമ്മിറ്റി പ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജനുവരി 8-ാം തീയതി നമ്മുടെ കൊടി ആനയിച്ചു കൊണ്ടുവന്നിട്ട് വൈകിട്ട് 8 മണിക്ക് മെട്രിക്ക് ഇടയ്ക്ക് നമ്മുടെ കൊടി ഉയർത്തുന്ന ചടങ്ങാണ്. അതിനുശേഷം നമ്മുടെ തിരുവാതിരക്കളി, കൈകൊട്ടികളിയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പിറ്റേ ദിവസം മുതലാണ് നമ്മുടെ കലാപരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. ഏഞ്ചൽ വോയിസിൻ്റെ ഗാനമേള ഉണ്ടായിരിക്കും. 7 മണി 7:15 ഗാനമേള ആരംഭിക്കുന്നതാണ്. പിന്നെ കുട്ടികളുടെ കലാപരിപാടിയുണ്ട്. ജനുവരി 11-ാം തീയതി എല്ലാ ഭാഗത്തും ദേശക്കാരുടെ വക, താൽഫണ്ടുകളുടെ വക ഒരു കാവടിയാട്ടം തുടങ്ങിയുള്ള പരിപാടികൾ എല്ലാ ദേശക്കാരും കൂടി കൊണ്ടുവരുന്നു. പിന്നെ ജനുവരി 12-ാം തീയതിയാണ് പ്രസിദ്ധമായ വർഷങ്ങളായി 20 വർഷമായിട്ട് നടത്തപ്പെടുന്ന ജംഗ്ഷൻ കാവടി. അത് നിരവധി കലാപരിപാടികളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്.